ടാറ്റയുടെ ഏറ്റവും ജനപ്രിയ വാഹനമായ ടാറ്റ പഞ്ചിന്റെ ഫേസ് ലിഫ്റ്റ് എത്തിയിരിക്കുകയാണ്. അതും ഉഡായിപ്പ് മാറ്റങ്ങളും കൊണ്ടൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും പഞ്ചിൽ നിന്നും നമ്മൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില മാറ്റങ്ങളോട് കൂടിയിട്ടാണ് ഫേസ് ലിഫ്റ്റ് പഞ്ച് ടാറ്റ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ടാറ്റ പഞ്ച് ഓടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാനൊരു ടാറ്റയുടെ പഞ്ച് ഓടിക്കുന്ന സമയത്ത് അത്രയും ഫീലുള്ള ഒരു വാഹനം, അത്ര സുഖമുള്ള വാഹനമാണ് ഓടിക്കാൻ. നല്ല ഡ്രൈവിംഗ് പൊസിഷൻ, നല്ല വിസിബിലിറ്റി, ഒരു ചെറിയ ഒരു എന്താ പറയുക, ഒരു SUV ഓടിക്കുന്ന ഫീലോട് കൂടി നമുക്ക് എത്ര ദൂരം വേണമെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഓടിച്ചു പോകാൻ പറ്റിയൊരു വാഹനമായിരുന്നു ടാറ്റ പഞ്ച്. പക്ഷെ ആ വാഹനം ഓടിച്ച സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കുറവായിട്ട് തോന്നിയിട്ടുള്ളത്, ചില സമയത്തൊക്കെ ഇതിന്റെ പവർ കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പല വ്യക്തികൾക്കും പല പല പോരായ്മകൾ തോന്നിയിട്ടുണ്ടാവും. അതിൽ ഒരു പരിധി വരെയുള്ള എല്ലാ തോന്നലുകളും പരിഹരിച്ചുകൊണ്ടാണ് ഈ വണ്ടി എത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണ് ആ പരിഹാരങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുള്ളത്? അതിൽ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഈ പറഞ്ഞ പവർ കുറവ്. പലർക്കും തോന്നിയിട്ടുണ്ടാവും അല്ലെ? അതിന് പരിഹാരമായിട്ട് ടാറ്റ വളരെ വിപ്ലവകരമായ മാറ്റങ്ങളോട് കൂടിയിട്ടാണ് ഈ സാധനം എത്തിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ടാറ്റ പഞ്ച് ടർബോ എഞ്ചിൻ വെച്ച് കൊണ്ടുവന്നു എന്നുള്ളത്. അതായത് ടാറ്റ നെക്സോണിൽ ഉപയോഗിച്ചിരുന്ന 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ടാറ്റ പഞ്ചിലേക്ക് കൊണ്ടുവന്നു. അതോടുകൂടി പവറിലുള്ള കുറവെന്ന പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുകയാണ്. ഇനി നമുക്ക് അങ്ങനത്തെ ഒരു ബേജാറാവേണ്ട ആവശ്യമില്ല. പഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഒരു അണ്ടർ പവേർഡ് ആയിട്ടുള്ള വെഹിക്കിൾ ആവുന്നുള്ള തോന്നൽ വേണ്ട. ടാറ്റ 1.2 ലിറ്റർ ടർബോ കൊണ്ടുവന്നതോടുകൂടി തന്നെ പവർ, നല്ല പവറോട് കൂടിയിട്ടാണ് വണ്ടി എത്തിയിട്ടുള്ളത്. 170 ന്യൂട്ടൺ മീറ്റർ ടോർക്കും 118.3 BHP പവറും അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു പരാതി ഇനി ഉണ്ടാവില്ല. നല്ല സുഖമായിട്ട് നല്ല ഓവർടേക്കിംഗ് ഒക്കെ അടിച്ച് പൊളിച്ച് പഴയ സ്വിഫ്റ്റ് ഒക്കെ ഓടിക്കുന്ന ഒരു സ്വിഫ്റ്റിന്റെ ടർബോ എഞ്ചിനൊക്കെ ഉള്ള സ്വിഫ്റ്റ് ഉണ്ടല്ലോ, ടർബോ ഡീസൽ, അതൊക്കെ ഓടിക്കുന്ന ഒരു ഫീലിൽ നമുക്ക് എന്ത് ചെയ്യാം, അടിച്ചു പൊളിച്ചങ്ങ് ഓടിച്ചു പോകാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു പരിഹാരം നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ഇനി ഇതിന്റെ കൂടെ തന്നെ വിപ്ലവകരമായ മറ്റൊരു മാറ്റം കൂടെ അതിന്റെ കൂടെ ഉണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയോ? അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത് വരുന്നത്. വേറൊന്നുമല്ല, CNGയിൽ ഓട്ടോമാറ്റിക് ടാറ്റ പഞ്ചിന്റെ CNG വേർഷനിൽ AMT ട്രാൻസ്മിഷൻ വരുന്നു. ഇത് മറ്റാരും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് ടാറ്റ പഞ്ച് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാർ വാങ്ങിക്കുമ്പോൾ കുറച്ച് ഓട്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നല്ല മൈലേജ് വേണമെന്നുള്ള ഒരു കൺസെപ്റ്റിലായിരിക്കും നമ്മൾ വാഹനം എടുക്കുക. മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ചെറിയ വാഹനം വാങ്ങുമ്പോൾ ഡീസൽ വാഹനങ്ങൾ ആകെ നമുക്കിത് കിട്ടുന്നത് എന്താണ്, ടാറ്റയുടെ അൾട്രോസ് മാത്രമാണ് ചെറുതുള്ളത്. പിന്നെ അതിന്റെ മുകളിലേക്ക് ഹുണ്ടായിയുടെ വെനു അല്ലെങ്കിൽ കിയ സോണറ്റ് ഒക്കെ വരണം, അല്ലെങ്കിൽ മഹീന്ദ്രയുടെ, അതൊക്കെ കുറച്ച് റേഞ്ച് കൂടിപ്പോയി. അപ്പൊ ചെറു വാഹനങ്ങളിൽ നമുക്കൊരു മൈലേജ് കിട്ടുന്ന നല്ലൊരു വാഹനമാണ് ടാറ്റയുടെ പഞ്ച് CNG. ഈ CNG വാങ്ങിക്കുമ്പോൾ പ്രശ്നമായിരുന്നു, ഇതിന് AMT ഇല്ല. നമ്മൾ ഗിയർ മാറ്റാനൊക്കെ ബുദ്ധിമുട്ടാണ്. കുറച്ച് പ്രായമായ ആളുകൾക്ക് അല്ലെങ്കിൽ പുതിയതായി പഠിച്ച ആളുകൾക്ക്, ടൗണിലൂടെ ഓടിച്ചു പോകുന്ന ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അതിനൊരു പരിഹാരമായിട്ടുണ്ട്. ഓട്ടോമാറ്റിക് AMT ട്രാൻസ്മിഷനോട് കൂടിയിട്ട് CNG 1.2 ലിറ്റർ CNG വെഹിക്കിൾ ടാറ്റ പഞ്ചിൽ ഇനി അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് ആ പരാതിയും തീർന്നേ. ഇതിൽ നമ്മളെ ഓർഡിനറി 1.2 ലിറ്റർ ടർബോ അല്ലാത്ത പെട്രോൾ എഞ്ചിൻ ഉണ്ടല്ലോ, ഓർഡിനറി എഞ്ചിൻ, സാധാരണയുള്ള പഞ്ചിലുള്ള ആ എഞ്ചിൻ ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ. അത് 5 സ്പീഡ് AMT അല്ലെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷനോട് കൂടിയിട്ടാണ് അവൈലബിൾ ആവുന്നത്. പക്ഷേ ടർബോ വരുന്നത്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ടർബോ 1.2 ലിറ്റർ ടർബോ പെട്രോൾ നെക്സോണിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ആ എഞ്ചിൻ വരുന്നത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലാണ് വരുന്നത്. ടർബോ ഓടിക്കുന്ന ആളുകൾ ഒന്ന് ഡ്രൈവിംഗ് എൻജോയ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് മാനുവൽ ആയിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ അത് മാനുവലിൽ മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. CNG മോഡലിലും വരുന്നത് 5 സ്പീഡ് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഇതൊരു വലിയ മാറ്റമാണ്. ഇനി അടുത്ത നമുക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ, ടാറ്റയുടെ വാഹനത്തിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളുണ്ട്? പഴയ പഞ്ചിൽ നിന്നും പുതിയതിലേക്ക് വന്നപ്പം അതും വിപ്ലവകരമായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ്. സ്റ്റിയറിംഗ് വീൽ ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാക്കി മാറ്റി. അതുപോലെ തന്നെ ഇല്യൂമിനേറ്റഡ് ലോഗോയോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ഇത് വരുന്നത്. AC വെന്റ് ഒക്കെ ഒന്നും കൂടി ഭംഗി കൂട്ടിയിട്ടുണ്ട്. അപ്ഹോൾസ്റ്ററിന്റെ ഒരു കളറൊക്കെ മാറ്റിയിട്ട് ഒരു ഗ്രേ ബ്ലൂ ഡ്യുവൽ ടോണിലേക്ക് മാറ്റിയിട്ടുണ്ട്. ക്ലൈമറ്റ് കൺട്രോൾ ബട്ടൺ ടച്ച് ആക്കി മാറ്റി, അത് ടച്ച് കൺട്രോൾ ആക്കി മാറ്റി. ഇന്റീരിയറിലേക്ക് നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, മറ്റതൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്, പക്ഷെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയർ സീറ്റിലിരിക്കുന്ന ആളുകളുണ്ടല്ലോ, പുറകിലെ സീറ്റിലിരിക്കുന്ന ആളുകളുടെ തൈ സപ്പോർട്ട് കൂട്ടി. അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കുറേ ദൂരമൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് നല്ലൊരു തൈ സപ്പോർട്ട് ഇല്ലാതെ പോകുമ്പോൾ നമുക്ക് പലപ്പോഴും അതൊരു ഇറിറ്റേഷൻ ആയിട്ട് മാറാറുണ്ട്, അല്ലെങ്കിൽ ആ കംഫർട്ട്നെസ് ഒന്ന് കുറയാറുണ്ട്. ഇത് അതിന് വേണ്ടിയിട്ട് ടാറ്റ എന്ത് ചെയ്തു, നല്ലൊരു തൈ സപ്പോർട്ട് കൊടുത്തു. ഇതായിരിക്കണം ഫേസ് ലിഫ്റ്റ്. അല്ലാതെ കുറെ അവിടെ ഇവിടെയും കുറെ ലൈറ്റ് വെച്ച് കുറെ കൊമ്പും ചുള്ളിയും വെച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ ഉപകാരപ്രദമായ കുറെ കാര്യങ്ങൾ ഇതിൽ കൊണ്ടുവന്നു. അതിലൊന്നാണ് ഈ പറഞ്ഞ തൈ സപ്പോർട്ട് കൂട്ടി. പക്ഷെ ബാക്കിൽ
ഹെഡ് റെസ്റ്റ് പഴയതുപോലെ തന്നെ മിഡിലിൽ 3 ഹെഡ് റെസ്റ്റ് ഇല്ല, 2 സൈഡ് ബാക്കിലെ സീറ്റിൽ 2 ഹെഡ് റെസ്റ്റേ ഉള്ളൂ. സെൻട്രലിൽ ഇരിക്കുന്ന ആൾക്ക് ഹെഡ് റെസ്റ്റ് ഇല്ല. അതൊരു പക്ഷേ ഇതൊരു സുഗമമായിട്ട് 4 പേർക്ക് പോവാം എന്നുള്ള കൺസെപ്റ്റിലായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. അത് സത്യം തന്നെയാണ്. ഇതൊരു 5 സീറ്റർ എന്ന് പറയുന്നുണ്ടെങ്കിലും 4 ആളാണ് ഏറ്റവും സുഖമായിട്ട് ഈ വാഹനത്തിലും, അല്ലെങ്കിൽ ഏത് 5 സീറ്റർ വാഹനത്തിലും ഒരു 4 ആൾ പോകുമ്പോഴാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു സുഖം ഉണ്ടാവുക. നടുക്കൊരാളും കൂടി ഇരിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ചെറിയൊരു ബുദ്ധിമുട്ട് അതിൽ നമുക്ക് വരും. ടച്ച് സ്ക്രീൻ, നമുക്ക് ടച്ച് സ്ക്രീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ ഒക്കെ മാറ്റിയിട്ട് ഒരു 10.25 ഇഞ്ചിന്റെ ബസലൊക്കെ കുറഞ്ഞിട്ടുള്ള നല്ലൊരു ടച്ച് സ്ക്രീനാണ് ഉള്ളിൽ വെച്ച്, ഒരു ഡിസ്പ്ലേ ആണ് ഉള്ളിൽ വെച്ചിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ പുതിയ വരുന്ന സ്മാർട്ട് ഫോണുകളെല്ലാം വയർലെസ് ചാർജിങ് ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കേബിൾ ഒന്നും ഇല്ലാതെ തന്നെ ചാർജ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി സ്മാർട്ട് ഫോൺ തരുന്നുണ്ട്. പക്ഷെ വാഹനത്തിലും കൂടെ അത് വേണ്ടേ? അതുകൊണ്ട് തന്നെ ടാറ്റ ഈ വാഹനത്തിൽ എന്ത് തന്നിട്ടുണ്ട്? വയർലെസ് ചാർജിങ് ഫെസിലിറ്റി കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യത്തേലില്ലായിരുന്നു. ആദ്യത്തിൽ റിവേഴ്സ് എടുക്കാൻ സഹായകമായിട്ടുള്ള ഒരു ക്യാമറ എന്നല്ലാതെ 360 ഡിഗ്രി ക്യാമറ അല്ല. പക്ഷേ ഈ ഫേസ് ലിഫ്റ്റിലേക്ക് വന്ന സമയത്ത് ഒരു 360 ഡിഗ്രി ക്യാമറ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ടാറ്റ പഞ്ചിൽ അവൈലബിൾ ആവും. അതിന്റെ കൂടെ തന്നെ ഓട്ടോ ഡിമ്മിങ് റിയർ വ്യൂ മിറർ, ഉള്ളിലുള്ള റിയർ വ്യൂ മിറർ ഉണ്ട്, അത് ഓട്ടോ ഡിമ്മിങ് ആക്കി മാറ്റിയിട്ടുണ്ട്. ടാറ്റ എന്നുള്ളൊരു വണ്ടി പല പരാതികൾ ടാറ്റയെ കുറിച്ച് പറയാറുണ്ട് അല്ലേ? പ്രധാനമായിട്ടും സർവീസിന്റെ പ്രശ്നം, സർവീസിന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നങ്ങളാണ്, ഇങ്ങനെ പ്രശ്നങ്ങളാണ്, നിരവധി പരാതികൾ ടാറ്റയുടെ വാഹനങ്ങളെ കുറിച്ചും ടാറ്റയുടെ സർവീസിനെ കുറിച്ചും ഒക്കെ ഉണ്ട്. എന്നാലും ടാറ്റ പഞ്ച് ഹോട്ട് സെല്ലിംഗ് വെഹിക്കിളായി മാറിക്കഴിഞ്ഞു. ഇങ്ങനെ മാറാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ടാറ്റ എന്തിന്റെ പേരിലാണ് വളരെ പ്രശസ്തി ആർജിച്ചത്? മറ്റൊന്നുമല്ല, അത് സേഫ്റ്റിയുടെ പേരിലാണ്. അതിൽ ഭാരത് എൻകാപ് ടെസ്റ്റിൽ ടാറ്റ ഇവിടെയും ഒട്ടും പുറകോട്ട് പോയിട്ടില്ല. പഴയ പഞ്ച് പോലെ തന്നെ പുതിയ പഞ്ചും 5 സ്റ്റാറോട് കൂടി പാസ്സായിട്ടുണ്ട്. അത് അഡൽറ്റിനും ചൈൽഡും രണ്ടും എന്ത് 5 സ്റ്റാർ സേഫ്റ്റി നൽകുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ 6 എയർ ബാഗ് ആദ്യം ഇല്ലായിരുന്നു. എല്ലാ വേരിയന്റിലും 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. സേഫ്റ്റി വിട്ടിട്ടൊരു പരിപാടി ടാറ്റയ്ക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ 6 എയർ ബാഗ് എല്ലാ വേരിയന്റിലും ടാറ്റ പഞ്ചിൽ അവൈലബിൾ ആയിരിക്കും. ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ പഴയ ഹാലോജൻ ഹെഡ് ലാമ്പിൽ നിന്നൊക്കെ മാറിയിട്ട് നെക്സോൺ, അതുപോലെ പഞ്ച് EVയിലൊക്കെ കണ്ടിട്ടുള്ള അതുപോലുള്ള ഒരു വെർട്ടിക്കൽ LED ഹെഡ് ലാമ്പാണ് വരുന്നത്. അതുപോലെ DRLും വളരെ സ്ലിം ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു DRL വന്നിട്ടുണ്ട്. നമ്മളെ റിയർ വ്യൂ മിറർ നോക്കുന്ന സമയത്ത് റിയർ വ്യൂ മിററിൽ ഒരു ക്യാമറ കൂടെ വന്നിട്ടുണ്ടാവും. കാരണം ഈ 360 ഡിഗ്രി ക്യാമറ നമ്മൾ പറഞ്ഞിരുന്നു. ഇത് കിട്ടുന്നതിനായിട്ട് റിയർ വ്യൂ മിററിൽ ആ ക്യാമറ കൂടെ നമുക്ക് കാണാൻ പറ്റും. വീലിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 16 ഇഞ്ചിന്റെ അലോയ് വീലാണ് വരുന്നത്. ഒരു ഡ്യുവൽ ടോൺ 16 ഇഞ്ച് അലോയ് വീലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി പുറകിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു നാരോ ആയിട്ടുള്ള കണക്റ്റഡ് LED ടെയിൽ ലാമ്പ്, അതാണ് പ്രധാനമായിട്ടുള്ള ഒരു വ്യത്യാസം. നല്ല ഭംഗിയിൽ ഒരു നാരോ കണക്റ്റഡ് LED ടെയിൽ ലാമ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ലെങ്ത്തിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. നമുക്ക് ഉപയോഗപ്രദമായിട്ട് അല്ലെങ്കിൽ നമ്മളെ കാണുന്ന സമയത്ത് പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആണ് ഇതൊക്കെ. ഇതൊക്കെയാണ് പുതിയതായിട്ടുള്ള പഞ്ചിൽ വന്ന മാറ്റങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമുക്ക് ഉപയോഗപ്രദമായിട്ട് നമ്മൾ വിചാരിച്ചിരുന്ന കുറച്ച് മാറ്റങ്ങളാണ് എഞ്ചിനിൽ വരുന്നത്. പവർ കൂടിയിട്ടുള്ള ടർബോ പെട്രോൾ എഞ്ചിൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. CNGയിൽ നമുക്ക് ഓട്ടോമാറ്റിക് ലഭിക്കുന്നുണ്ട്. പിന്നെ വയർലെസ് ചാർജർ ഇതിൽ ലഭിക്കുന്നുണ്ട്. LED ഹെഡ് ലാമ്പ് ഒക്കെ മാറ്റി നല്ല ഭംഗിയുള്ളതാക്കി. ടെയിൽ ലാമ്പ് മാറ്റം വന്നു. 360 ഡിഗ്രി ക്യാമറ വന്നു. അണ്ടർ തൈ സപ്പോർട്ട്, പുറകിലെ സീറ്റിൽ തൈ സപ്പോർട്ട് കൂട്ടി. ഇങ്ങനെ ഒരുപാട് നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ. സ്റ്റിയറിംഗിന്റെ ഭംഗിയൊക്കെ ഒന്ന് കൂട്ടാനായിട്ട് 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീല് വന്നു. ഇത്രയൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്ന സ്ഥിതിക്ക് നമുക്ക് വിചാരിക്കും ഇതിന്റെ പ്രൈസ് അങ്ങ് മേലോട്ട് പോയോ. പക്ഷേ പ്രൈസ് അവരിപ്പോഴും ആ ടാറ്റ പഞ്ചിനെ അറിയാലോ, ടാറ്റ പഞ്ചിന്റെ വേരിയന്റ് എന്ന് പറഞ്ഞാൽ കൊട്ടക്കണക്കിന് വേരിയന്റ് ആണ്. പല പേരുകളിലായിട്ട് ഒരുപാട് എണ്ണം ഉണ്ടായിരിക്കും അല്ലെ? ടാറ്റയുടെ എല്ലാ വെഹിക്കിളും ഉണ്ട്. ഇവിടെ ടാറ്റയുടെ പ്രൈസ് തുടങ്ങുന്നത് 5.59 ലാക്ക് തന്നെയാണ്. അതായത് പ്രൈസിലൊന്നും അവർ വലിയ ഹൈക്ക് കൊണ്ടുവന്നിട്ടില്ല. ഈ മാർക്കറ്റ് അപ്പോഴും ടാറ്റ ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ടാറ്റയുടെ കയ്യിൽ തന്നെ ഇരിക്കും പഞ്ചിന്റെ മാർക്കറ്റ്. അതുകൊണ്ട് പ്രൈസിൽ അവർ മാറ്റം വരുത്തിയിട്ടില്ല. ഈ പ്രൈസിൽ നമുക്ക് വാഹനം 5.59 ലക്ഷം മുതൽ എന്ത് ചെയ്യും, പഞ്ച് എക്സ് ഷോറൂം പ്രൈസിൽ അവൈലബിൾ ആയിരിക്കും. ഒരു ഫാമിലിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വാഹനമാണ് പഞ്ച് ആദ്യം മുതലേ. ഇപ്പോൾ എന്തായി, ഒന്നും കൂടി ഇത് അക്സെപ്റ്റബിൾ ആയിരിക്കും. കാരണം CNGയിൽ ഓട്ടോമാറ്റിക് ഒക്കെ വന്നുകൊണ്ട് ലേഡീസിനും എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും. ഇനി കുറച്ച് ഡ്രൈവിങ് കുറച്ച് ക്രേസ് ഉള്ള ആളുകൾക്കാണെങ്കിൽ ടർബോ ഒക്കെ എടുത്തിട്ട് ആ ഒരു ക്രേസ് ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ പഞ്ച് എല്ലാം കൊണ്ടും ഒന്നും കൂടി കുടുംബങ്ങൾ ഇഷ്ടപ്പെടുന്ന വാഹനമായി മാറുമെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇതൊക്കെയാണ് പഞ്ചിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ.
വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്